സ്നേഹിതൻ ഹുസൈൻ സലഫി തന്റെ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യം, ഇവിടെ മതപരമായി അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ അറബ് ലോകത്തുള്ള പണ്ഡിതന്മാരുമായി അന്വേഷിക്കുന്നത്, അഭിപ്രായം അറിയുന്നത് ഗുണകരമാണ്, നല്ലതാണ് എന്നാണ്. അതിനു വേണ്ടിയുള്ള ഒരാഹ്വാനം അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് ഈ രാജ്യത്ത് ഈ വിഷയമായി നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ശരിക്ക് മനസ്സിലാക്കാത്ത ആളുകൾ അദ്ദേഹത്തെപ്പോലുള്ള ആളുകളോട് പറഞ്ഞുകൊടുക്കുന്നത് കേട്ടുകൊണ്ട് മാത്രമാണ് ഇതുപോലുള്ള മഹാസമ്മേളനങ്ങളിലും ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒത്തുകൂടിയ കൂട്ടായ്മയിലും അവർക്കിടയിൽ തെറ്റിദ്ധാരണ വരുന്ന വിധത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാവുന്നത് എന്നത് ഏറെ ഖേദകരമായ ഒരു കാര്യമാണ്. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കിതാബും പ്രവാചകന്റെ സുന്നത്തുമാണ് പ്രമാണം. ആ കിതാബിലും സുന്നത്തിലുമുള്ള കാര്യങ്ങളാണ് മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചു വന്നിട്ടുള്ളത്. അത് ഏതെങ്കിലും ഒരു രാജ്യത്തുള്ളവർ ചെയ്യുന്നുണ്ടോ, ചെയ്യുന്നില്ലേ, അവർ അംഗീകരിക്കുന്നുണ്ടോ, അംഗീകരിക്കുന്നില്ലേ, അവർക്ക് ഇഷ്ടമാണോ, ഇഷ്ടമല്ലേ എന്നത് ഒരു കാലത്തും മുജാഹിദ് പ്രസ്ഥാനം നോക്കിയിട്ടില്ല എന്നതാണ് വസ്തുത. മഹാനായ മർഹൂം ഉമർ അഹമ്മദ് മലൈബാരി എന്ന് അറബ് ലോകത്തറിയപ്പെടുന്ന ഉമർ മൗലവി ഇബാദത്തിന്റെ അർത്ഥത്തെ സംബന്ധിച്ച് അദ്ദേഹം എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തത് ഒരു വേള അറബ് ലോകത്ത് ഒരുപാട് ആളുകൾക്ക് എതിർപ്പുണ്ടായിരുന്ന കാര്യമായിരുന്നു. പക്ഷേ മഹാനായ ഉമർ മൗലവി അവിടെ എതിർപ്പുണ്ടോ, ആരെങ്കിലും അനുകൂലിക്കുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടല്ല ആ ആദർശം ഇവിടെ കേരളത്തെ പഠിപ്പിച്ചത്, കേരളീയരെ പഠിപ്പിച്ചത്, മുജാഹിദ് പ്രസ്ഥാനത്തെ പഠിപ്പിച്ചത്, മുസ്ലിം ലോകത്തെ പഠിപ്പിച്ചത്. മഹാനായ ഉമർ മൗലവി പറഞ്ഞത് ശരിയാണെന്ന് പിന്നീട് അദ്ദേഹത്തിന്റെ ഗുരുനാഥനും മുസ്ലിം ലോകത്ത് അംഗീകരിക്കപ്പെടുന്ന സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായ ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഫത്വയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഫതാവയിലെ 3-ാമത്തെ വാള്യത്തിൽ കാണാം, ലഖദ് ഇത്തലഅതു അലാ മാ കതബഹു അഖൂനാ ഫില്ലാഹ് അൽ അല്ലാമ അശ്ശൈഖ് ഉമർ ഇബ്നു അഹ്മദ് അൽ മലൈബാരി ഫീ അഖീദത്തിൽ ഫിറഖ് സലാസ് എന്ന് തുടങ്ങിക്കൊണ്ട് കേരളത്തിലുള്ള പ്രബലമായ 3 കക്ഷികളുടെ വിശ്വാസത്തെ സംബന്ധിച്ച് അല്ലാമ മഹാപണ്ഡിതനെന്ന് ഇബ്നു ബാസ് വിശേഷിപ്പിച്ച ആ ഉമർ മൗലവി എഴുതിയത് ഞാൻ വായിച്ചു, മനസ്സിലാക്കി. വസ്സവാബു മാ ഖാല ഫളീലതുഹു, അതിൽ ഉമർ മൗലവി പറഞ്ഞതാണ് അതിൽ ശരിയെന്ന് ഷെയ്ഖ് ഇബ്നു ബാസ് ഉമർ മൗലവി എഴുതി ഈ രാജ്യത്ത് പ്രചരിപ്പിച്ച് ഈ ജനങ്ങളെ പഠിപ്പിച്ച് ഉമർ മൗലവി ഭിന്നിപ്പുണ്ടാക്കുന്നവനാണെന്ന ആക്ഷേപം ലോകം മുഴുവനും പ്രചരിപ്പിച്ചിട്ടും അദ്ദേഹം പറഞ്ഞത് വൈകിയാണ്. സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായ ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു ബാസ് അടക്കമുള്ള പണ്ഡിതന്മാര് മനസ്സിലാക്കി അംഗീകരിച്ച് ശരിവെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫത്വയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാനിത് സൂചിപ്പിക്കുന്നത് ആരുടെയെങ്കിലും സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടല്ല, അള്ളാഹുവിന്റെ കിതാബിലും പ്രവാചകന്റെ സുന്നത്തിലുമുള്ള കാര്യം തുറന്നു പറയുന്നത്. യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഷിയാക്കള് പ്രവാചകന്റെ പേരിൽ കളവ് പറഞ്ഞുണ്ടാക്കിയ ആ കള്ള ഹദീസ് ഇന്നല്ല 2012 മുസ്ലിം കൈരളി കേട്ടിട്ടുള്ളത്. ഇത് വർഷങ്ങളായി നമ്മുടെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തതും ആ ചർച്ചയിൽ ആരെങ്കിലും ഇന്ന് വരെ ഒരു ജിന്നിനോട് ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിച്ചാൽ ശിർക്കാവില്ല, വസീലത്ത് ശിർക്കും ഹറാമും മാത്രമാണ് എന്ന് എഴുതിയ ഒരു വാചകം
KM മൗലവിയുടെ പേരിൽ കള്ളം പറയുന്നവർ, MCCയുടെ പേരിൽ കള്ളം പറയുന്നവർ, ഉമർ മൗലവിയുടെ പേരിൽ കള്ളം പറയുന്നവർ, KP മുഹമ്മദ് മൗലവിയുടെ പേരിൽ കള്ളം പറയുന്നവർ, ഇന്ന് ജീവിച്ചിരിപ്പുള്ള നമ്മുടെ പണ്ഡിതന്മാരുടെ യുവപ്രസംഗകന്മാരുടെ പേരിൽ കള്ളം പറയുന്നവർ കാണിക്കണം. എവിടെയാണ് ജിന്നിനോട് ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിച്ചാൽ വസീലത്തു ശിർക്കും ഹറാമുമാണ് എന്ന് പറഞ്ഞത് കാണിക്കാൻ കഴിയില്ല. ഉത്തരവാദിത്വത്തോടുകൂടി കേരള ജമിയത്തുൽ ഉലമയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി എന്ന നിലക്ക്, ഒരു മതപ്രബോധകൻ എന്നുള്ള നിലക്ക്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശവേദികളിൽ കഴിഞ്ഞ 36 വർഷക്കാലം ആദർശവുമായി ഓടി നടന്ന ഒരു വ്യക്തി എന്ന നിലക്ക് എന്റെ മുമ്പിൽ ഗുരുവര്യന്മാരായ ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കളെ, പണ്ഡിതന്മാരെ, ജ്ഞാനവൃദ്ധരെ, കാരണവന്മാരെ ഞാൻ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന കള്ള ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ലോകത്ത് ഇന്ന് വരെ കഴിഞ്ഞുപോയ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് വസീലത്തു ശിർക്കും ഹറാമുമാണ് എന്ന് പറഞ്ഞത് കാണിക്കാൻ സാധിക്കുമോ എന്ന് ഇത് ഞാൻ ഇവിടെ വെച്ച് പറയേണ്ടതല്ലായിരുന്നു. ഞാൻ പറയാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. ഇന്നിവിടെ നിൽക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് നിൽക്കേണ്ടി വന്നതാണ്, പറയേണ്ടി വന്നതാണ്. ഈ പ്രസ്ഥാനം നിലകൊള്ളുന്നത് തൗഹീദിന് വേണ്ടിയാണ്. അഴകുഴമ്പൻ തൗഹീദ് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഉൾക്കൊള്ളാൻ കഴിയില്ല. അഴകുഴമ്പൻ തൗഹീദുമായി നടക്കുന്നവർക്ക് അതുമായി നടക്കാം. അവർക്ക് അവരുടെ വേദികൾ നോക്കാം, അവർക്ക് അവരുടെ മാർഗം നോക്കാം. ഈ പ്രസ്ഥാനത്തിന്റെ വേദി അതിനുള്ളതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരും നേതാക്കന്മാരും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവധാനതയോടുകൂടെ വിഷയങ്ങൾ പഠിക്കുകയും ചർച്ച ചെയ്യുകയും അതുപോലെ ചോദിക്കേണ്ടവരോട് ചോദിക്കുകയും അഭിപ്രായം തേടേണ്ടവരോട് തേടുകയും ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ കയ്യിൽ ഈ കാണുന്നത്, ഞാൻ ഈ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് സൗദി അറേബ്യയിലെ മതകാര്യ മന്ത്രാലയത്തിൽ നിന്ന് അതിന്റെ ലെറ്റർ ഹെഡിൽ വന്നിട്ടുള്ള ഒരു കത്താണ് ഞാൻ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. ഇത് ഞാൻ വായിച്ചുകൊണ്ട് നിങ്ങളെ കേൾപ്പിക്കാം. കേരള ജമിയത്തുൽ ഉലമ വളരെ ആലോചിച്ചുകൊണ്ട് പുറപ്പെടുവിച്ചിട്ടുള്ള ഫത്വ, ആ ജമിയത്തുൽ ഉലമയുടെ ഫത്വ ബോർഡിന്റെയും നിർവാഹക സമിതിയുടെയും മുഴുവൻ അംഗങ്ങളും ഏകകണ്ഠമായി അംഗീകരിച്ച് ഒപ്പുവെച്ച ഫത്വയാണ് ജമിയത്തുൽ ഉലമയുടെ ഫത്വ. ഇതിൽ നിന്ന് ഭിന്നമായ ഒരു സ്വരം നിർവാഹക സമിതിയിൽ നിന്ന് പിന്നീട് പുറത്താക്കപ്പെട്ട ഒരു വ്യക്തിക്ക് മാത്രമാണ് ഉണ്ടായത്. പക്ഷേ ഞങ്ങൾ സംഘടനയുടെ നേതാക്കളും ഈയുള്ളവനുമടക്കം ആ ബന്ധപ്പെട്ട വ്യക്തിയോട് പലതവണ സംസാരിച്ച് ബോധ്യപ്പെടുത്തിയപ്പോൾ ഇത് ശിർക്കാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് ഒപ്പുവെച്ച ഏകകണ്ഠമായ തീരുമാനം, ആ തീരുമാനത്തിൽ നിന്ന് പുറത്തു പോയവരെ അവരെയാണ് ശാസിക്കേണ്ടത്. അവരോട് ഈ തീരുമാനത്തിലേക്ക് വരാനാണ് പറയേണ്ടത്. ശിർക്കെന്ന് പറയുന്നവരും ശിർക്കല്ലെന്ന് പറയുന്നവരും ഒന്നിച്ചൊരൈക്യവും ഒന്നിച്ചൊരു സ്നേഹവും വേണ്ട, അത് വേണ്ട. ആദർശത്തിന്റെ പേരിലാണ് ഈ പ്രസ്ഥാനം നിലകൊള്ളുന്നത്. ആദർശത്തിനു വേണ്ടി മാതാപിതാക്കളിൽ നിന്ന് അകന്നവർ, മക്കളിൽ നിന്ന് അകന്നവർ, കുടുംബത്തിൽ നിന്ന് അകന്നവർ, സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടപ്പോൾ അതെല്ലാം തന്നെ നേരിട്ടിട്ടുള്ള ആദർശത്തിന്റെ കൂട്ടായ്മയാണ് ഈ മഹാസമ്മേളനം സാക്ഷ്യം വഹിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഈ പ്രശ്നം ഇങ്ങനെയൊക്കെ ഐക്യകണ്ഠേന ഒരു തീരുമാനം വന്നതിന് ശേഷവും ചിലയിടങ്ങളിൽ ചില തൽപര കക്ഷികൾ അത് ചില ആളുകളെ ചില തരത്തിൽ സ്വാധീനിച്ചുകൊണ്ട് അറബികളുടെ അടുക്കലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കേരള ജമിയത്തുൽ ഉലമയുടെ ഫത്വ ഇവിടെ നിന്ന് അയച്ചു കൊടുക്കുകയും
അറബിയിലേക്ക് മൊഴിമാറ്റം നടത്തി അവിടുത്തെ ഗ്രാൻഡ് മുഫ്തിയെ കാണിച്ച് അവർക്ക് ഇതിന്മേലുള്ള അഭിപ്രായം എന്താണ് എന്ന് എഴുതി വാങ്ങിച്ച് അറിയിക്കണമെന്ന് സൗദി അറേബ്യയിൽ അവിടുത്തെ ഇസ്ലാമിക് മിനിസ്റ്ററിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജാമിയ നദവിയയിലെ പൂർവ്വ വിദ്യാർത്ഥിയും മദീന യൂണിവേഴ്സിറ്റിയിൽ ഉപരിപഠനം നടത്തുകയും ചെയ്ത അബ്ദുറഹ്മാൻ മദീനിയെ ഇവിടെ നിന്ന് വിളിച്ചറിയിച്ച് ഈ ഫത്വയുടെ കോപ്പി അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുകയുണ്ടായി. ഞങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ അദ്ദേഹം ചെയ്തുകൊണ്ട് ലഭിച്ചിട്ടുള്ള മറുപടിയാണ് എന്റെ കയ്യിലുള്ളത്. ഇത് ഞാൻ ഇവിടെ വായിക്കാതെ പോയാൽ മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് കേരളത്തിലുള്ള ജമിയത്തുൽ ഉലമയിലെ ഏതാനും ഇവിടെ കുറച്ചു കാലമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ശബ്ദമുണ്ട്. ഇതെല്ലാം ഒരുത്തന്റെ പണിയാണ്, അല്ല മൂവർ സംഘമാണ്, അതല്ല 5 അംഗ കൊള്ള സംഘമാണ്. ഇത് 1 ആണോ, ഇത് 3 ആണോ, ഇത് 5 ആണോ, 5000 ആണോ, 50,000 ആണോ, അതല്ല 5 ലക്ഷമാണോ എന്ന് അത്തരക്കാരായ ആളുകൾ സ്വന്തത്തോട് ചോദിക്കേണ്ടതാണ് എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. മറ്റൊന്നും എനിക്ക് പറയാനില്ല. നിങ്ങൾ കേട്ടോളൂ. ഫളീലത്തുൽ അമീനുൽ ആം ലിജമിയത്തുൽ ഉലമാ ബി കേരള ഹഫിളഹുല്ലാ, കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി അവർക്ക് സലാമുൻ അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അമ്മാ ബഅദ്, സലാം പറഞ്ഞതിന് ശേഷം ഫസലുല്ലാഹ യുഹഖിഖ ലക്കും മാ തഹ്രിഫൂന ഇലൈഹി മിൻ നശ്രിൽ ഇൽമി വദ്ദഅവ ഫീ കാഫത്തി അൻഹാഇൽ ബിലാദ് വയസീദുകുമുൽ ഔൻ വത്തൗഫീഖ് വസ്സദാദ്. ആമീൻ. ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അറിവും അതേപോലെ തന്നെ മതപ്രബോധനവും രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പ്രചരിപ്പിക്കുവാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് അല്ലാഹുവിങ്കിൽ നിന്നുള്ള കൂടുതൽ സഹായവും തൗഫീഖും നിങ്ങൾക്ക് ഉണ്ടാകുമാറാവട്ടെ. ഇശാറത്തൻ ഇലാ കിതാബി ഫളീലത്തിക്കും അൽ മുതളമ്മിൻ റഗ്ബതക്കും في ترجمة قرار جمعيتكم المباركة بخصوص الخلاف في موضوع حكم الاستعانة بالجن والملائكة. ترجمته من المليبارية إلى العربية ثم عرضه على اللجنة الدائمة للإفتاء بالمملكة. നിങ്ങളുടെ കത്തിൽ ഈ ജമിയത്തുൽ ഉലമയുടെ തീരുമാനം വിവർത്തനം ചെയ്യാനും ജിന്നിനോടും മലക്കിനോടും സഹായം ചോദിക്കുന്നതിന്റെ വിധിയെ സംബന്ധിച്ച് ജമിയത്തുൽ ഉലമ കൈക്കൊണ്ട തീരുമാനം വിവർത്തനം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ടും ആ തർജുമ മലയാളത്തിൽ നിന്ന് അറബിയിലേക്ക് വിവർത്തനം ചെയ്തത് സൗദി അറേബ്യയിലെ ലജ്നത്തുൽ ദായിമക്ക് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് സൂചിപ്പിച്ചുകൊണ്ട് തുടങ്ങട്ടെ. ഉഫീദുക്കും, ഞാൻ നിങ്ങളെ അറിയിക്കുന്നു, ബിഅന്നി ഖുംതു ബിതർജുമതിഹി ഇലൽ അറബിയ്യ, ഞാൻ ഈ ഫത്വ മലയാളത്തിൽ നിന്ന് അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തി. വഖാമ സമീലായ അൽ അബ്ദുർ റസാഖ് അസ്സലാഹി മുതർജിം ഫി ഫർഇ അൽ വിസാറത്ത് ബിർറിയാദ് വഅമീൻ ആമിൽ മർക്കസ് അൽ ഇസ്ലാഹ് അൽ ഹിന്ദി ബിർറിയാദ് വലഖ് സലീം ഷാലിയാത്തി നായിബ് റئيس സാബിഖ് ലിൽ മർക്കസ്. ഞാനിത് പരിഭാഷപ്പെടുത്തിയത് എന്റെ 2 സഹോദരന്മാരായ റിയാദിലെ മിനിസ്റ്ററിയിലെ ട്രാൻസ്ലേറ്ററും റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ ജനറൽ സെക്രട്ടറിയുമായ ഷെയ്ഖ് അബ്ദുർ റസാഖ് സലാഹിയും അതുപോലെ തന്നെ സെന്ററിന്റെ മുൻ വൈസ് പ്രസിഡന്റുമായ ഷാലിയും സലീമും ബിഅർളിഹി അലൽ ലജ്നത്തി ദായിമത്തി ലിൽ ഇഫ്താ, 2 പേരുകൂടി ഇത് ലജ്നത്തു ദായിമ അഥവാ അവിടുത്തെ ഫത്വ ബോർഡിലേക്ക് കൊണ്ടുപോയി അവിടെ സമർപ്പിച്ചു. فلما سمع سماحة المفتي الشيخ عبد العزيز بن عبد الله آل الشيخ حفظه الله الموضوع حولهما إلى فضيلة الشيخ الدكتور عبد الكريم عبد الله الخضير عضو هيئة كبار العلماء حفظه الله. മുഫ്തിയായ ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ലാഹ് ആലു ഷെയ്ഖ് ഈ വിഷയം കേട്ടപ്പോൾ അവരെ 2 പേരെയും പണ്ഡിതനായ ഡോക്ടർ അബ്ദുൽ കരീം അൽ ഖുലൈറിന്റെ അടുക്കലേക്ക് സൗദി അറേബ്യയിലെ ഹയ്യത്തു കിബാരിൽ ഉലമയിൽപ്പെട്ട മഹാനായ പണ്ഡിതൻ ഡോക്ടർ അബ്ദുൽ കരീം അബ്ദുല്ലാഹ് ഖുലൈറിന്റെ അടുക്കലേക്ക് ഇരുവരെയും അയക്കുകയാണ് ചെയ്തത്. ഫഅഖദ ഫളീലതുഹു വബഅദ ഖിറാഅതിഹി അജാബ ബിഅന്ന ഹാദൽ ഖറാറ സഹീഹ് വമുഅ്തമദുൻ ജിദ്ദാ. മഹാനായ പണ്ഡിതൻ ഷെയ്ഖ് അബ്ദുൽ കരീം ഖുലൈർ
ഈ ഫത്വ വാങ്ങി വായിച്ചു നോക്കി. അദ്ദേഹം മറുപടി പറഞ്ഞു, ബിഅന്ന ഹാദൽ ഖറാറ സഹീഹ്, ഈ തീരുമാനം ശരിയാണ്. വമുഅ്തമദുൻ ജിദ്ദൻ, അങ്ങേയറ്റം അവലംബനീയവുമാണ്. ലിഅന്നഹു മുസ്തനദുൻ ഇലാ ഫത്വ സദറത് മിൻ കിബാരി മശായിഖിന, നമ്മുടെ സൗദി അറേബ്യയിലെ മഹാപണ്ഡിതന്മാർ പുറപ്പെടുവിച്ച ഫത്വയെ അവലംബിച്ചുകൊണ്ടുള്ള ഫത്വയാണിത്. ഫലാ ഹാജത ഇലാ ഇആദത്തിൻ നദരി ഫീഹി, അതുകൊണ്ടൊരു പുനർവിചിന്തനത്തിന്റെ ആവശ്യം ഈ വിഷയത്തിലില്ല. ഒരു പുനർവിചിന്തനത്തിന്റെ ആവശ്യം ഈ വിഷയത്തിലില്ല. ثم وجههما فضيلته الى الارشيف بالافتاء وزودكما عددا من الفتاوى الصادره بهذا الخصوص من لجنه الافتاء بالمملكه. അവരെ ഇരുവരെയും ഫത്വകൾ സൂക്ഷിച്ചു വെച്ച റെക്കോർഡ് റൂമിലേക്ക് അദ്ദേഹം പറഞ്ഞയച്ചു. അവിടെ നിന്ന് ഈ വിഷയകമായി പുറപ്പെടുവിച്ചിട ഒരു കൂട്ടം ഫത്വകളുടെ കോപ്പി അവർക്ക് നൽകുകയും ചെയ്തു. بأنه قد سبق أن صدرت الفتاوى الكثيرة في هذا الموضوع فيكتفي بذلك. ഈ വിഷയത്തിൽ നേരത്തെ ധാരാളം ഫത്വകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയിലെ ലജ്നത്തുൽ ഫതാവ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് മതിയാകുന്നതാണ്, വേറെ ഫത്വയുടെ ആവശ്യമില്ല. ഈ ഫത്വ പുനരാലോചിക്കേണ്ടതില്ല, ഒരു പുനർവിചിന്തനത്തിന്റെ പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. മുർഫഖുൻ നുസ്ഖ മിൻഹ, അവർ തന്ന ആ ഫത്വകളുടെ കോപ്പി ഇതിന്റെ കൂടെ വെക്കുന്നു. كما يطيب لي إفادتكم بأني عرضت ترجمة هذا القرار على فضيلة الشيخ الدكتور علي بن عبد العزيز الشبل أستاذ العقيدة بجامعة الإمام محمد بن سعود الإسلامية بالرياض. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. ഞാൻ ഈ അറബിയിലേക്ക് വിവർത്തനം ചെയ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഫത്വയുടെ കോപ്പി ഡോക്ടർ അലി അബ്ദുൽ അസീസ് അഷ്ബിൽ എന്ന ഇമാം മുഹമ്മദ് യൂണിവേഴ്സിറ്റിയിലെ അഖീദയുടെ വിശ്വാസ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന പ്രൊഫസറായ ആ ഡോക്ടർ അലി അഷ്ബിലിന് ഞാനിത് സമർപ്പിച്ചു. ഫബഅദ ഖിറാഅതിഹി, ആ ഫത്വ അദ്ദേഹം പൂർണ്ണമായി വായിച്ച ശേഷം റദ്ദ അലയ്യ, എനിക്ക് അദ്ദേഹം മറുപടി നൽകി. ബിഅന്നഹു അഅജബഹു മദ്മൂനു ഹാദൽ ഖറാർ വഅന്നഹു സഹീഹുൻ ജിദ്ദാ, ഈ തീരുമാനത്തിന്റെ ഈ ഫത്വയുടെ ഉള്ളടക്കം അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. ഇത് വളരെ ശരിയാണ് എന്നുകൂടി അദ്ദേഹം എനിക്ക് മറുപടി നൽകി. ഹാദാ, പ്രധാനമായ ഒരു കാര്യം പറയട്ടെ. വൈൻ റഗിബ ഫളീലതുകും ജംഅ മസീദ് ആറാഇൽ ഉലമാഇൽ ആഖരീൻ ഹൗലഹു ഫസൗഫ ഉവാഫികും ബിഹി ലാഹിഖ, നിങ്ങൾക്ക് ഇത് പോരാ, ഇനിയും പ്രഗത്ഭരായ പണ്ഡിതന്മാർക്ക് ജമിയത്തുൽ ഉലമയുടെ തീരുമാനത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ വേണോ, ഞാനത് ശേഖരിച്ച് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ്. വല്ലാഹു യഹ്ഫദുകും വയർആകും. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കതബഹു അബ്ദുറഹ്മാൻ ബിൻ മുഹയ്യിദ്ദീൻ. ഇനി നിങ്ങൾ പറയൂ, കേരള ജമിയത്തുൽ ഉലമ, കേരള നദ്വത്തുൽ മുജാഹിദീൻ, അതിന്റെ പണ്ഡിതന്മാർ, അതിന്റെ നേതൃത്വം മതപരമായ ഒരു പ്രശ്നമുണ്ടായാലും സംഘടനാപരമായ പ്രശ്നമുണ്ടായാലും അവധാനതയോടെ പക്വമായി വിലയിരുത്തി ചിന്തിച്ച് തീരുമാനമെടുത്ത ചരിത്രമാണുള്ളത്. അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തെ കൊച്ചാക്കാൻ ശ്രമിക്കുന്നവർ ആരാണെങ്കിലും അവർ സ്വയം അപഹാസ്യരായി തീരുന്നത്. എനിക്ക് എന്റെ സ്നേഹിതൻ ഹുസൈൻ സലഫിയോട് സൂചിപ്പിക്കാനുള്ളത്, അദ്ദേഹത്തെ പോലുള്ള ഒരുപാട് ആളുകൾ വസ്തുതകൾ ശരിക്കും മനസ്സിലാക്കാതെ ആരൊക്കെയോ പറയുന്നതും പ്രചരിപ്പിക്കുന്നതുമായ കാര്യങ്ങളിൽ സ്വാധീനിക്കപ്പെട്ട് ഉത്തരവാദപ്പെട്ട ആളുകളോട് കാര്യങ്ങൾ ആലോചിക്കാതെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഉത്തരവാദപ്പെട്ട വേദികളിൽ തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പറയുന്നത് സൂക്ഷിക്കണം എന്ന് മാത്രം പറഞ്ഞ് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി അബ്ദുൽ നാസർ അൻവാരിയെ ക്ഷണിക്കുന്നു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്.